വേർതിരിവ് പ്രതിസന്ധിയിലായി താമസക്കാർ. കൊണ്ടാഴി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെട്ട കുറുമ്പത്തൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ റോഡിന്റെ അവസാന ഭാഗത്ത് താമസിക്കുന്ന കല്യാണിയുടെ വീടിന്റെ മുൻഭാഗം ഒഴിവാക്കിയാണ് റോഡ് പണി നടത്തിയത്. നട്ടെല്ലിന് രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന കല്യാണിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ഒരു വാഹനവും വരുന്നില്ലെന്ന് മകൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയ വേർതിരിവ് കാണിക്കുകയാണെന്നും കാരണത്താലാണ് തങ്ങളുടെ വീടിന്റെ ഭാഗം ഒഴിവാക്കി റോഡ് പണി നടത്തിയതുമെന്നുമാണ് വീട്ടുകാരുടെ ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും ഇനി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രതിഷേധ സമരം നടത്തുമെന്നും താമസക്കാർ പറഞ്ഞു. റോഡ് പണിയിലെ അപാകത പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം അജീഷ് പറഞ്ഞു. വിഷയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മാർച്ച് മാസത്തിനുള്ളിൽ റോഡ് പണി നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അജീഷ് പറഞ്ഞു. ഇല്ല എങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പം എന്താ റോഡ് ഇങ്ങോട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് പൂർത്തീകരിക്കണില്ല തോന്നൂല്ലേ? ഇപ്പൊ എന്താ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നുണ്ടോ ഇടയ്ക്ക്? ഇപ്പൊ എന്താ ഈ ഭാഗം നിങ്ങളുടെ ഭാഗം മാത്രം ഇങ്ങനെ ഒഴിവാക്കി വിട്ടിരിക്കുന്നു? പറഞ്ഞില്ലേ മെമ്പറോട്? പറഞ്ഞില്ലേ? ഒരു ബുദ്ധിമുട്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അതെ അതെ, ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെയുള്ള ആളല്ലേ, അപ്പൊ ഞാൻ തന്നെ ബുദ്ധിമുട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. അല്ലാതെ എന്താ ഞാൻ പറയും, എനിക്കറിയില്ല. ഈ ഏരിയയിലത്തെ ആശാ വർക്കറാണ്. പക്ഷേ 10 മാസമായിട്ട് ഈ അമ്മ തീരെ കിടപ്പിലാണ്. പക്ഷേ ഒരു കാരണവശാലും അമ്മയ്ക്കാണെങ്കിൽ അപസ്മാരക അസുഖമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു ഡോക്ടറെ കാണാൻ പോവാനോ ഒരു വണ്ടി വരാനോ ഇവരുടെ വീട്ടിലേക്ക് സാധിക്കില്ല. അപ്പോൾ അത് കാരണം ഒരു വണ്ടി വരാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ റോഡ് ഇങ്ങനെ കിടന്നിണെങ്കിൽ ഈ അമ്മേനെ എങ്ങനെയാണ് നമ്മളൊരു വയ്യാണ്ടായ ആശുപത്രിയിലേക്ക് എത്തിക്കുക? അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് പണിത് ഇവർക്ക് യോഗ്യത കൊടുക്കണം. ഇപ്പം എത്ര വീടുകളുണ്ട് ഈ ഭാഗത്ത്? 3 വീടുകളാണ് ഉള്ളത്. പക്ഷേ ഈ വീടിന്റെ ഈ ഭാഗം മാത്രം വിട്ടിട്ട് എന്താ ചെയ്യാൻ? എന്തൊരു കാരണം പറഞ്ഞ എന്താണ്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഭാഗം മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളതാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പറ്റില്ലല്ലോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ മാത്രം എന്തുകൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്? അതെന്തായാലും ശരിയായ നടപടിയല്ല. വാർഡ് മെമ്പർ എന്താ പറയുന്നത്? പറഞ്ഞപ്പോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? അതുപോലെ രാഷ്ട്രീയമായിട്ട് വല്ല ഇതുണ്ടോ? അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ അവിടെ ഓപ്പൺ ചെയ്ത് വരണ്ട് ഒരു 2-3 മീറ്റർ ഒഴിവാക്കി വിട്ടത് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ നിങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തു? പ്രസിഡന്റിനെ കണ്ടു? പഞ്ചായത്ത് കൊടുക്കാണ്ട് ഈ സാധനം മെറ്റീരിയൽസ് വരില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? ചെയ്യാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ തുടങ്ങേണ്ട വർക്കുകൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ 2025-26 ഫണ്ട് വിഹിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുടങ്ങിക്കിടക്കുന്ന ഫണ്ടുകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തന പരിപാടികളാണ് ഇപ്പോൾ തകൃതിയായിട്ട് ഓരോ വാർഡുകളിലും മുൻകാലത്തെ മെമ്പർമാരുടെ അടിസ്ഥാനത്തിലായാലും ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള മെമ്പർമാരുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് കാണാം, നിങ്ങൾക്ക് ഇതിലൂടെ കാണാം, ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന 1-2 വീടുകൾക്ക് മാത്രം ഉപയോഗപ്രദമാക്കുന്ന തരത്തിലേക്ക് അല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു റോഡ് പണിയുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ജനങ്ങൾക്ക് ഏറ്റവും അവർക്ക് ആവശ്യപ്പെട്ട രീതിയിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി പണിയുക എന്നുള്ളതാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ജനപ്രതിനിധികളുടെയും ആവശ്യങ്ങളും അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതും. പക്ഷേ എന്നാൽ ഈ 8-ാം വാർഡിലെ BJPയുടെ മെമ്പറായിട്ടുള്ള തെരഞ്ഞെടുത്തിട്ടുള്ള BJPയുടെ മെമ്പറായിട്ടുള്ള ശ്രീരാജിൻ്റെ ഏറ്റവും ശ്രദ്ധക്കുറവ് മൂലമുണ്ടായിട്ടുള്ള ഒരു അവഗണനയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥ. ഒരു 10-11 മീറ്ററോളം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റൽ, സിമെൻറ്റ്, മണൽ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും, എല്ലാ ആവശ്യ ഘടകങ്ങളും ഇവിടെ ഉണ്ടായിട്ട് പോലും ആ വീട്ടിലേക്ക് വയ്യാതെ കിടക്കുന്ന ചികിത്സയിലിരിക്കുന്ന വയസ്സായിട്ടുള്ളൊരു അമ്മയുള്ള ഒരു വീട്ടിൻ്റെ മുൻഭാഗം മാത്രം നിലംപതി കല്ല് പതിച്ച സ്ഥലമാക്കി. നമ്മുടെ പ്രദേശത്ത് നിന്ന് കല്ല് പതിച്ച സ്ഥലങ്ങളൊന്നും ഇപ്പോൾ കാണാൻ കിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രദേശത്ത് ഒരു കല്ല് പതിച്ച സ്ഥലമായിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ഇവിടെ ഭരിച്ചത് BJP
യുടെ മെമ്പറാണ്. അവരും ഈ സ്ഥലം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വസ്തുത. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള മെമ്പറും ഇതേ വസ്തുത ആണ് ഈ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾക്കെതിരെ ചെയ്യുന്നത്. ജനാധിപത്യ രീതിയിൽ ഒരു മെമ്പറെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് ഒതുങ്ങുന്ന തരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു മെമ്പർ ചെയ്തിട്ടുള്ള ഒരു കെടുകാര്യസ്ഥതയാണ് ഈ കാണുന്നത്. ഒന്നല്ലെങ്കിൽ ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ഓഫീസർമാർ ഇതിനെ ശ്രദ്ധ ചെലുത്തി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള കോൺട്രാക്ടർ ഇത്ര മീറ്റർ പണി എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മീറ്റർ പണി ഒരു ഭാഗം ചേർത്ത് മറ്റൊരു ഭാഗം ഫുള്ളാക്കുന്ന തരത്തിലേക്ക് ഇത് ചെയ്യണമായിരുന്നു. ഏതൊരു ജനപ്രതിനിധിയും ഒരു സാധാരണ മെമ്പർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിവുള്ളവനായിരിക്കണം ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന് ഉച്ചയ്ക്കാണ് നമ്മളിത് ശ്രദ്ധയിൽ അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇത് കാലങ്ങളായിട്ട് 2 മെമ്പർമാരുടെ തർക്കഭൂമിയിൽ കിടക്കുന്ന ഇതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ജയിച്ചിട്ടുള്ള BJPയുടെ മെമ്പറും ഇപ്പോഴും നിലവിലെ മെമ്പറും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കാണുന്നതാണ് ഈ പരിപാടി. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് അവർ തമ്മിലുള്ള ഈ തർക്കം, അവർ തമ്മിൽ ആരാണ് വലുത് എന്നുള്ളൊരു തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യാതെ ഉപയോഗപ്രദമാക്കാതെ ശരിക്കും ഒരു തരത്തിൽ ഒരു ദ്രോഹിക്കൽ നടപടി എന്നുള്ള രീതിയിലാണ് ഈ കാര്യം ചെയ്തത്. അപ്പോൾ നമ്മളിത് അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. ആ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെയും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും കണ്ട് നമ്മൾ ഈ കാര്യം അവരോട് ആവശ്യപ്പെട്ട് ഈ കാര്യം എത്രയും പെട്ടെന്ന് ഇതിവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം, അവർക്ക് വേണ്ട ഉപകാര രീതിയിൽ അവർക്ക് ഈ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ഈ റോഡിനെ കോൺക്രീറ്റ് ചെയ്ത് മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് മൂലം ഈ മാർച്ചിനുള്ളിൽ തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്ത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സത്വര നടപടികൾ സ്വീകരിച്ച് ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ സ്ഥിതി നമ്മൾ പറഞ്ഞതാണ്, വയ്യാതെ കിടക്കുന്ന ഒരു അമ്മ ഉള്ളതാണ്, അവരെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ നിങ്ങൾക്കറിയാം, ഈ റോഡ് അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ആ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ആ റോഡിലൂടെ ഇവിടുന്ന് ഈ നിലംപതിച്ചിലേക്ക് ഒരു വാഹനം വരികയാണെങ്കിൽ ആ വാഹനത്തിൽ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ആ അമ്മയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടേക്ക് വാഹനങ്ങൾ വരാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ട്. ആ വാഹനങ്ങൾ അവർ കൊണ്ടുവരാൻ ആളുകൾ വിസമ്മതിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടും അറിഞ്ഞുകൊണ്ടും ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ, ആ മെമ്പർ ഈ പറയുന്ന BJPയുടെ മെമ്പറായിട്ടുള്ള വ്യക്തി ഈ ചെയ്തത് ഏറ്റവും വലിയ രീതിയിലൊരു കെടുകാര്യസ്ഥയാണ്. അതിന് ശക്തമായ രീതിയിൽ തന്നെ കൊണ്ടാഴിയിലെ DYFI എന്ന് പറയുന്ന സംഘടന പ്രതിഷേധിക്കുകയാണ്. ഇനി നമുക്ക് തന്ന വാക്ക് അഥവാ ലംഘിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വരുംകാല ദിവസങ്ങളിൽ ഈ മാർച്ചിനുള്ളിൽ ഇത് ചെയ്ത് നൽകപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ DYFI എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അതിശക്തമായ രീതിയിൽ തന്നെ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ DYFI എടുത്തിട്ടുള്ള തീരുമാനം. അതും DYFI എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് തന്നെ ആ നടപടികളായിട്ട് മുന്നോട്ട് തന്നെ പോകും. പക്ഷേ നമുക്ക് തന്ന വാക്കനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടികളും കാര്യങ്ങളും പൂർത്തീകരിച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എത്താൻ കുറച്ച് ലേറ്റായി, കാരണം വെച്ചാൽ ഇതിൻ്റെ തീരുമാനങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്താത്തിരി ലേറ്റായത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ആ LDFൻ്റെ ഗവൺമെൻറ് എന്തായാലും തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൻ്റെ നീക്കുപോക്ക് ഉണ്ടാക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ഇത് വേഗം കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രശ്നപരിഹാരം കണ്ടെത്തുന്ന തന്നെ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാനെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായി വേറെ രീതിയിലുള്ള നടപടികളോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിയിൽ പ്രതിഷേധിക്കാനും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരുടെയും ഒപ്പം തന്നെ നിൽക്കാനും ഇവിടുത്തെ